ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. SSLC റീവാലുവേഷൻ റിസൾട്ട് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചു. ഇന്നലെയാണ് പ്രസിദ്ധീകരിച്ചത്. നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഒരുപാട് കുട്ടികൾ റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാകും. റിസൾട്ട് പരിശോധിക്കാത്ത കുട്ടികൾ, റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് അറിയാത്ത കുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കും. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചു. എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുക? സിമ്പിളാണ്. iExam പോർട്ടൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു പോർട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലുവേഷൻ റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിസൾട്ട് ഒന്ന് പരിശോധിക്കുക. ഗ്രേഡ് കൂടിയ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡിനേക്കാൾ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഈ നേരത്തെ A ആയിരുന്നു, ഇപ്പോൾ നമ്മൾ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ A+ ആയി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നേരെ നിങ്ങളുടെ സ്കൂളിലേക്ക് പോവുക. ഈ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടുമായിട്ട് സ്കൂളിൽ പോവുക. നിങ്ങൾ അടച്ച ഫീസ് തിരിച്ചു വാങ്ങുക. ഒരു വിഷയത്തിനാണ് കൂടിയതെങ്കിൽ 400 രൂപ കിട്ടും. 2 വിഷയത്തിനാണ് ഗ്രേഡ് കൂടിയതെങ്കിൽ 800 രൂപ കിട്ടും. അങ്ങനെ എത്ര വിഷയത്തിനാണോ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയത് അത്രയും പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂളിൽ പോവുക, പൈസ റീഫണ്ടായിട്ട് കളക്ട് ചെയ്യുക. ഇനി +1 അപേക്ഷ നമ്മൾ കൊടുത്ത സമയത്ത് നമുക്ക് A ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ, അതായത് റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ A+ ആയി. അപ്പോൾ ഈ പുതിയ ഗ്രേഡ് അല്ലെങ്കിൽ ഈ പുതിയ മാർക്ക് ലിസ്റ്റ് നമ്മൾ +1 അപേക്ഷയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അപേക്ഷയിൽ അപ്ഡേറ്റ് ആവുമോ എന്നുള്ള ഒരു സംശയം വിദ്യാർത്ഥികൾക്കുണ്ട്. നിങ്ങൾ അതിലൊന്നും ഇവ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഗ്രേഡ് കുറഞ്ഞു പോയ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഉള്ള ഗ്രേഡാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതൊക്കെയാണ് +1 റീവാലുവേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ വരിക. ബൈ.